British classes. I am your FB. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്കലി പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് പ്ലാന്റ് കിങ്ഡം. സോ ഈ ചാപ്റ്ററിന്റെ കുറച്ച് വ്യക്തമായിട്ടുള്ള ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചാപ്റ്ററിൽ തുടങ്ങാൻ പോകുന്നത്. ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു, നമുക്കറിയാം എന്തായിരുന്നു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്കുണ്ട് അല്ലെ. അവിടെ നമ്മൾ എങ്ങനെയാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ബേസിക്കലി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം, 4 കിങ്ഡം, 5 കിങ്ഡം, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോന്നിലെടുക്കുന്ന ക്ലാസിഫിക്കേഷന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ബേസിക്കലി രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനും രണ്ടാമത്തെ എന്തായിരുന്നു നാച്ചുറൽ ക്ലാസിഫിക്കേഷനും. കുറഞ്ഞ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ട്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നതെങ്കിൽ അതെന്തായിരുന്നു, അത് ആർട്ടിഫിഷ്യൽ ആയിരുന്നു. പക്ഷെ കൂടുതൽ ക്യാരക്ടേഴ്സിനെ, ഇന്റേണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ, അനാറ്റമിക്കൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അത് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻസിൽ വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നേ, നമുക്ക് പ്ലാന്റ് കിങ്ഡത്തില് നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ട ടേം ആണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഫൈറ്റോജനിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഫൈറ്റോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെ. ഞാൻ ബേസിക്കലി പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഫൈറ്റോജനറ്റിക് റിലേഷൻഷിപ്പ്. So what is phytogenetic relationship? It is a classification of organisms based on their evolutionary relationship. Classification of organisms based on their evolutionary relationship ബേസ് ചെയ്തിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈറ്റോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈറ്റോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഒരു ടാക്സയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള രണ്ട് ഓർഗാനിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും അവരെന്താണ്, their ancestors എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, കോമൺ ആണ്. അവരുടെ ആൻസിസ്റ്റേഴ്സ് കോമൺ ആണ്. അങ്ങനെ ആൻസിസ്റ്റേഴ്സ് കോമൺ ആകുന്ന രണ്ടാൾക്കാരാണ് ഒരു ടാക്സയിൽ ഇൻവോൾവ് ആകുന്നത്. അപ്പൊ ഫൈറ്റോജനറ്റിക് റിലേഷൻഷിപ്പില് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റങ്ങൾ അല്ലെ. ഒരാള് അതിന്റെ ഓരോ തലമുറ വരുന്നതിനനുസരിച്ച് എവല്യൂഷൻസ് നടക്കുന്നുണ്ട്. കാരണം ജനറ്റിക്കലി സെക്ഷൽ റീപ്രൊഡക്ഷൻസ് നടക്കുന്ന സമയത്ത് വേരിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ജനറേഷൻസിലും എവല്യൂഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൾച്ചറലായിട്ടും വരുന്ന മാറ്റങ്ങൾ അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, എവല്യൂഷണറി റിലേഷൻഷിപ്പിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് യു ഗോട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഫൈറ്റോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അടുത്തായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് സൈറ്റോടാക്സോണമി എന്ന് പറയുന്നത്. സൈറ്റോടാക്സോണമി. What is it? ടാക്സോണമി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. So now cytotaxonomy എന്ന് പറയുന്നത് it is a classification based on the cytological characters. എന്താ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ്? സെല്ലിന്റെ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സിൽ കൺസിഡർ ചെയ്യുന്ന ആരൊക്കെ നോക്കണം. എന്തിനാ കൺസിഡർ ചെയ്യുന്ന അറിയോ? ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ലൈക്ക് എന്തിനാണ്, നമ്മുടെ ക്രോമസോംസ് ബിഹേവിയർ, then structure and number. ക്രോമസോംസിന്റെ ബിഹേവിയർ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ എണ്ണങ്ങൾ, നമ്പർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈറ്റോടാക്സോണമി. ഇറ്റ് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ദി ക്രോമസോം ബിഹേവിയർ, ക്രോമസോം സ്ട്രക്ചർ ആൻഡ് ദ നമ്പർ ഇസ് നോൺ ആസ് സൈറ്റോടാക്സോണമി എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരാളാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമി ഒക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, അറിഞ്ഞിരുന്നാൽ മതി. ന്യൂമറിക്കൽ എന്തോ നമ്പറുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്പർ എന്നതിന്റെ അർത്ഥം. യെസ്,
ഇവിടെ എന്താ സംഭവം നോക്കുക, ഈ ഒരു ടാക്സോണമി നമ്മൾ ചെയ്യുന്നത് ബൈ ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ ബേസോട് കൂടിയിട്ട് നടത്തുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ബേസിക്കലി നമുക്ക് പറയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എന്താ ആർട്ടിഫിഷ്യൽ, നമ്മൾ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന് പകരമായിട്ട് കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അതെങ്ങനെ പോസിബിൾ ആകുക? യെസ്, നമ്മളൊക്കെ പലപ്പോഴും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരുപാട് ഫയലൊക്കെ ഉണ്ടെങ്കിൽ സോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ സോർട്ടിംഗിൽ ഒരുപാട് ഓപ്ഷൻസ് വരാറുണ്ട് അല്ലെ. ഒന്നെങ്കിൽ എന്താ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും, അല്ലെങ്കിലോ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും, അല്ലെങ്കിലോ ബേസ്ഡ് ഓൺ നമ്പേഴ്സിൽ സോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഏതാണ് ഫസ്റ്റ് ലെറ്റർ അതിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യും. അപ്പൊ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്, സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ന്യൂമറിക്കൽ ടാക്സോണമി ഐ ഹാവ് സ്റ്റഡിഡ് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ടാക്സോണമി നടത്തുന്നത് പറഞ്ഞു. നോക്കുക എങ്ങനെ നോക്കുക, ഓരോ ക്യാരക്ടേഴ്സിനെയും എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു നമ്പറിനെ കൊണ്ട് അടയാളപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു കോഡ് കൊണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ അടയാളപ്പെടുത്തും. സപ്പോസ് പ്ലാന്റിന്റെ കളർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കളറിന് ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഇപ്പൊ ചില കേസ് നമ്മൾ ഇപ്പൊ ഒരു പക്ഷേ എന്താ പറയുന്നത് കളർ വിട്, നമുക്ക് വേറൊരു ക്യാരക്ടർ, ഇപ്പൊ ഒരു ഫ്ലവറിന്റെ പൊസിഷൻ ഒരു പക്ഷെ പ്ലാന്റിന്റെ ഏറ്റവും ടെർമിനൽ ആക്സിസിൽ ഉണ്ടാകാറുണ്ട് അല്ലെ. ഒന്നെങ്കിൽ ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ ഏറ്റവും മുകളിൽ ടെർമിനൽ ആക്സിസിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിലോ നമ്മുടെ ലാറ്ററൽ ആക്സിസിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം, ഈ ടെർമിനൽ ആക്സിസിന് ഒരു നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ക്യാപിറ്റൽ ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ സൈഡിലേക്ക് വരുന്നത് ആക്സിസിൽ വരുന്ന ലാറ്ററൽ ആയിട്ട് വരുന്നതിന് നമ്മൾ എൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഒരു ക്യാരക്ടറിനെ ഒരു കോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വാല്യൂസ് കോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസിംഗ് നടത്താൻ പറ്റും അല്ലെ, സോർട്ടിംഗ് നടത്താൻ പറ്റും. അപ്പൊ ഇത് കമ്പ്യൂട്ടർ ഈസ് പ്രോസസിംഗ് ഇറ്റ് സെൽഫ്. സോ അതെന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഓരോ ക്ലാസിഫിക്കേഷൻസ് ആരാണോ എല്ലാവരും ടെർമിനൽ ആയിട്ടുള്ളത് അതെല്ലാം ഒരു ഗ്രൂപ്പിൽ വരും, എല്ലാ ലാറ്ററൽ ആയിട്ടുള്ള ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളും മറ്റൊരു ഗ്രൂപ്പിൽ വരും. അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. യെസ്, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ ടാക്സോണമി. അപ്പൊ എന്താ ന്യൂമറിക്കൽ ടാക്സോണമി? ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബൈ ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ where each character is represented by a number or a code. ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്പറോ അല്ലെങ്കിൽ കോഡോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. മാത്രമല്ല ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ ടാക്സോണമി ചെയ്യുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ബിഗ് അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാർജ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ അറ്റ് എ ടൈം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്താണ് ലാർജ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്? ലാർജ് നമ്പർ ക്യാരക്ടേഴ്സിനെ ഒരു സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം കമ്പ്യൂട്ടറാണല്ലോ ചെയ്യുന്നത്, ഹ്യൂമൻ ബ്രെയിൻ അല്ലെ. ഹ്യൂമൻ ബ്രെയിൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ലാർജ് നമ്പർ ക്യാരക്ടേഴ്സിന് ഇതേപോലെ കോഡ് വെച്ചിട്ടോ നമ്പർ വെച്ചിട്ടോ അസസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ഓരോ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽ ടാക്സോണമി. ഗുഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ന്യൂമറിക്കൽ ടാക്സോണമിക്ക് ശേഷം ഈസിയുള്ള ഏരിയ അല്ലെ. ന്യൂമറിക്കൽ ടാക്സോണമി കഴിഞ്ഞിട്ടാണ് കീമോടാക്സോണമി എന്ന് പറയുന്നത്. കീമോടാക്സോണമി ഇത് ഭയങ്കര നല്ലൊരു മെത്തേഡാണ്. ഇപ്പൊ നമ്മൾ ടാക്സോണമി ചെയ്തു, നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ട് എനി ഡൗട്ട്സ് ഇഫ് ഇത് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടാവണം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരേപോലെ കാണുന്ന സാധനങ്ങളാണെങ്കിൽ രണ്ടെണ്ണത്തിന് നമ്മൾ നോക്കുന്നു, when we observe the both are same characters. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, ഇപ്പൊ രണ്ട് ഫുഡ് നമ്മുടെ മുന്നിൽ വെച്ചു, രണ്ടും നോക്കുമ്പോൾ ഒരേപോലെ തോന്നുന്നു, പക്ഷെ നമ്മൾ അതിന് നമ്മൾ നോക്കില്ല, എങ്ങനെ തിരിച്ചറിയുന്നത് ടേസ്റ്റ് ചെയ്തിട്ട് അല്ലെ, നമ്മൾ കെമിക്കൽ കൺസ്റ്റിറ്റ്യൂന്റ് വെച്ചിട്ട് തിരിച്ചറിയുന്നത്. അതുപോലെ the doubts in taxonomical classifications can be cleared by using the chemical. എന്തിനെ ഉപയോഗിച്ചിട്ട്? കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിനെ ഉപയോഗിച്ചിട്ട്, ആ പ്ലാന്റിൽ അല്ലെങ്കിൽ ആനിമലിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റിനെ ഉപയോഗിച്ചിട്ട് we can clear the classification. ആ ക്ലാസിഫിക്കേഷൻസിനെ നമുക്ക് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ യൂസിങ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ്. അപ്പൊ എന്താണ് കീമോടാക്സോണമി എന്ന് പറയുന്നത്? ടാക്സോണമി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. എന്ത് ക്ലാസിഫിക്കേഷൻ? ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അതാണ് ഇവിടെ വരുന്നത്, കീമോടാക്സോണമിയിൽ വരുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, കീമോടാക്സോണമി നമ്മൾ കഴിഞ്ഞു. ശ്രദ്ധിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക്, അപ്പൊ ഞാൻ ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 kingdom 3 kingdom ക്ലാസിഫിക്കേഷൻസ്, ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫൈറ്റോജനറ്റിക് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ, ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, ദെൻ ഫൈനലായിട്ട് കീമോടാക്സോണമി നമ്മൾ ഡിസ്കസ് ചെയ്തു. ശ്രദ്ധിച്ചിരിക്കാം. ശ്രദ്ധിച്ചിരിക്കാം.
നമ്മൾ ഈ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ പ്ലാന്റ് കിങ്ഡത്തിന്, ഈ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ ഒരു കിങ്ഡത്തിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 5 ഫാക്ടറായിട്ട് അല്ലെങ്കിൽ 5 ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം. ഈ 5 ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നേ, അതിൽ ഒന്നാമതായിട്ട് വരുന്ന ആൾക്കാരാണ് ആൽഗെ. ഫസ്റ്റ് വൺ ഇസ് ആൽഗെ. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് ബ്രയോഫൈറ്റ്സ്. ആരാ? ബ്രയോഫൈറ്റ്. പറഞ്ഞു പിടിച്ചേ. ഒന്നാമതാണ് ആൽഗെ. ഒന്നാമത് ആൽഗെ. സെക്കൻഡ് വൺ ഇസ് ബ്രയോഫൈറ്റ്. ഇനി തേർഡ് വൺ ആണ് ആക്ച്വലി ടെറിഡോഫൈറ്റ്സ്. തേർഡ് വൺ ഇസ് ആക്ച്വലി ടെറിഡോഫൈറ്റ്. ഇനി ഫോർത്ത് വൺ, നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ആരെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ജിംനോസ്പേം. അഞ്ചാമതായിട്ട് ഫൈനലായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. Now see here, 5 ക്ലാസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേതാണ് ആൽഗെ, രണ്ടാമത്തോ ബ്രയോഫൈറ്റ്, തേർഡ് വൺ ഇസ് ടെറിഡോഫൈറ്റ്, ഫോർത്ത് വൺ ഇസ് ജിംനോസ്പേം, then final one is angiosperm. നോക്കുക, അപ്പൊ ശരിക്കും പ്ലാന്റിന്റെ കിങ്ഡം എന്ന് പറയുന്നത് നമ്മൾ 5 കിങ്ഡത്തിനെ കുറിച്ച് ഡിസ്കസ്, അല്ലെ പ്ലാന്റ് കിങ്ഡത്തിന്റെ 5 ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ആദ്യം ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ലോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഏറ്റവും അവസാനത്തിന് മുതൽ മുകളിലോട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു വരും, അല്ലെ? എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ലോവർ സബ്സ്ട്രാറ്റത്തിൽ കാണുന്ന, ശരിക്കും വാട്ടറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ആൽഗെ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി എവിടെ കാണുന്നത്? അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണുന്ന ആൾക്കാരാണ് ആൽഗെ എന്ന് പറയുന്നത്. ഏബിൾ ടു പ്രൊഡ്യൂസ് ഫുഡ് ഇൻ ദെയർ ഓൺ. ട്രൂ റൂട്ടോ ട്രൂ സ്റ്റെമ്മോ ട്രൂ ലീഫോ ഇല്ല. എന്തില്ല? ട്രൂ റൂട്ട് ഇല്ല, ട്രൂ റൂട്ട്സ് ഇല്ല, ട്രൂ സ്റ്റെം ഇല്ല, ട്രൂ ലീഫ് ഇല്ല, ഒന്നുമില്ല. ട്രൂ ലീഫ് ഇല്ല. പക്ഷെ ലീഫ് ലൈക്ക് സ്റ്റെം ലൈക്ക് ആൻഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആണ്. സോ ദാറ്റ് ഈസ് ആൽഗെ. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആൽഗിനെക്കാളും കുറച്ചുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൽഗിനെക്കാളും കുറച്ചുകൂടി മെച്ചമുണ്ട്. നമ്മൾ അങ്ങനെ പറയുന്നത് രണ്ടാളെ കമ്പയർ ചെയ്യുമ്പോൾ അയാളെക്കാളും മെച്ചം ഇയാളെന്ന് പറയും പോലെ ആൽഗിനെക്കാളും കുറച്ചും കൂടി ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട് ബ്രയോഫൈറ്റയുടെ കേസിൽ. ബട്ട് ഈവൻ അവർക്ക് ഒരു കറക്റ്റ് എന്തില്ല, സ്റ്റെമാക്സിസ് ഇല്ല. സ്റ്റെമാക്സിസ് ഉണ്ട്, കോളംസ് ഉണ്ട്, പക്ഷേ സ്റ്റെം ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ടെറിഡോഫൈറ്റിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ട്രൂ ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. എന്ന് പറഞ്ഞാല് ഈ ടെറിഡോഫൈറ്റിലാണ് നമ്മൾ പറയാറില്ലേ സൈലം ആൻഡ് ഫ്ലോയം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ സൈലം ആൻഡ് ഫ്ലോയം എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത് ബേസിക്കലി നോക്കിക്കോ, ഇതാണ് ശരിക്കും വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് നമുക്ക് അതിന്റെ ഫുഡിന് അല്ലെങ്കിൽ വാട്ടർ ആൻഡ് മിനറൽസിന്റെ മുകളിലോട്ട് ലീഫിലോട്ട് കൊണ്ടുപോകുന്നത് ആര് വഴിയാണ്? സൈലം വഴിയാണ്. ആ ലീഫിൽ വെച്ചിട്ട് ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് അപ്പൊ നോക്കിക്കേ, ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ന്യൂട്രിയൻസിനെ കൊണ്ടുപോകുന്നത് ഏതിനാണ്? മിനറൽസിനെ. മിനറൽസിനെ. ഈ മിനറൽസിനെ കൊണ്ടുപോയിട്ട് ഫുഡാക്കി മാറ്റി. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? ഓർഗാനിക് ഫോമാണ്. ഫുഡ് ഏത് ഫോമാ? ഓർഗാനിക് ഫോമാ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആട്ടോ, അറിഞ്ഞിരിക്കണം. ഫുഡ് ഏത് ഫോമാണ്? ഓർഗാനിക് ഫോമാണ്. ഈ മിനറൽസ് ഇൻഓർഗാനിക് ഫോമാണ്. മിനറൽസ് ഇൻഓർഗാനിക് ആണ്. അപ്പൊ ഇൻഓർഗാനിക് ആയിട്ടുള്ള മിനറൽസിനെയും വാട്ടറിനെയും നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ലീഫിന് കൊടുത്തും, ലീഫ് ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്തും. ആ ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? ഓർഗാനിക് ആണ്. നമുക്കറിയാം ഫുഡ് എന്ന് പറയുന്ന ആരാണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആളാണ്. പ്ലാന്റ് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാർച്ച് ആയിട്ടാണ്. പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. പ്ലാന്റ് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആയിട്ടാണ്. ആനിമൽസ് ആണെങ്കിലോ, ആനിമൽസ് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. അതാണ് ഡിഫറൻസ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലാന്റ് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആയിട്ടും ആനിമൽ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നേ, ഈ ഓർഗാനിക് ഫുഡിനെ തിരിച്ച് പ്ലാന്റിന്റെ ബോഡിയിൽ എവിടെയാണ് ആവശ്യമുള്ളത് അവിടേക്ക് തിരിച്ചെത്തിക്കുന്ന ആൾക്കാരാണ് ആര്? ഫ്ലോയം എന്ന് പറയുന്ന ആൾ, അല്ലെ? ഫ്ലോയം. സോ ദിസ് ഇസ് ഇറ്റ്. സൈലം നേരെ നമ്മുടെ ലീഫിലേക്കും, ലീഫിൽ നിന്ന് സിങ്കിലോട്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ ഫുഡിന് ആവശ്യമുള്ളത് ആ റീജിയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിങ്ക്. ആ സിങ്കിലോട്ട് കൊണ്ടുവരുന്നത് ഫ്ലോയമാണ്. അപ്പൊ ബേസിക്കലി വാസ്കുലാർ സിസ്റ്റംസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ ടെറിഡോഫൈറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരിലാണ്. ടെറിഡോഫൈറ്റയിലും ജിംനോസ്പെർമിലും ആൻജിയോസ്പെർംസിലും മാത്രമാണ് ആര് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടെറിഡോഫൈറ്റ് ആണ് ആദ്യത്തെ ട്രൂ പ്ലാന്റ് കേട്ടോ. ആദ്യത്തെ ട്രൂ പ്ലാന്റ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ് ആണ്. അതാണ് ഇമ്പോർട്ടന്റ്. ആദ്യത്തെ ട്രൂ പ്ലാന്റ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ് ആണ്. ആദ്യത്തെ ട്രൂ പ്ലാന്റ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ് ആണ്.
അപ്പൊ ആദ്യത്തെ ട്രൂ പ്ലാന്റ് ടെറിഡോഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ടെറിഡോഫൈറ്റിനെ നമ്മൾ വിളിക്കാറുണ്ട് റെപ്റ്റൈൽസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. റെപ്റ്റൈൽസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ റെപ്റ്റൈൽസ് സാധാരണ നമ്മൾ കാണുന്നത്, റെപ്റ്റൈൽസ് എന്ന വേർഡ് നമ്മൾ സാധാരണ കേൾക്കുന്നത് ആനിമൽ കിങ്ഡത്തിലാണ്. പക്ഷെ പ്ലാന്റ് കിങ്ഡത്തിലെ റെപ്റ്റൈൽസ് ആണ് ടെറിഡോഫൈറ്റ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡത്തിലെ ഫസ്റ്റ് ട്രൂ ആനിമൽ, നമ്മുടെ എർത്ത് സർഫസിലെ ആദ്യത്തെ ട്രൂ ആനിമൽ എന്ന് പറയുന്ന റെപ്റ്റൈൽസ്. ഗോട്ട് ദ കൺസെപ്റ്റ്? എന്താണ്? നമ്മുടെ ഭൂമിയിലെ എർത്ത് സർഫസിലെ ആദ്യത്തെ ട്രൂ ആനിമൽസ് എന്ന് പറയുന്നത് റെപ്റ്റൈൽസ് ആണ്. So now the concept is that അപ്പൊ ഫസ്റ്റ് ട്രൂ ആനിമൽ റെപ്റ്റൈൽസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാന്റിന്റെ കേസിൽ ഫസ്റ്റ് ട്രൂ പ്ലാന്റ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ് ആയതുകൊണ്ടാണ് the ടെറിഡോഫൈറ്റ്സ് ആർ ബേസിക്കലി നോൺ ആസ് റെപ്റ്റൈൽസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ റെപ്റ്റൈൽസ് എന്ന് അറിയപ്പെടാനുള്ള കാരണം. ഓക്കെ, ഇനി ബ്രയോഫൈറ്റിന്റെ കേസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബ്രയോഫൈറ്റയും ആൽഗയിലും എന്ത് പ്രസന്റ് അല്ല? സൈലം ആൻഡ് ഫ്ലോയം, അതായത് വാസ്കുലാർ സിസ്റ്റംസ് പ്രസന്റ് അല്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാരിൽ വാസ്കുലാർ സിസ്റ്റം പ്രസന്റും ആണ്. ഇവര് ട്രൂ ആണ് അല്ലെ? നോക്കിക്കേ, ഈ ബ്രയോഫൈറ്റയില് സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നോക്കുക, മെയിൽ ആയിട്ടുള്ള ആള് അതിന്റെ സ്പേം, നമ്മൾ സ്പേമിന് ഇവിടെ വിളിക്കുന്ന പേര് എന്ന് വെച്ചാൽ ആന്തിറോസുവോയിഡ് എന്നാണ് വിളിക്കുന്നത്. ആന്തിറോസുവോയിഡ്. ഓക്കെ, ഫീമെയിൽ ഗാമേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ? ആർക്കി. ഇവിടെ ചോദിച്ചിരിക്കെ ആർക്കിഗോണിയം ആണ് അതിന്റെ സ്ട്രക്ചർ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസിക്കലി തന്നെയാണ് എഗ്ഗിനാണ്. അപ്പൊ ആൻഡ്രൂസോയിഡും എഗ്ഗും ഫ്യൂസ് ചെയ്യും അല്ലെ? ഫ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ആളുണ്ടാകുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസല്ലേ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസില്. പക്ഷേ ബ്രയോഫൈറ്റയുടെ കേസിൽ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എഗ് എന്ന് പറയുന്ന ആള് ഫീമെയിൽ ഗാമേറ്റ്, അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യില്ല. അത് എന്താ ഫിക്സ്ഡ് ആയിട്ട് ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നോൺ മോട്ടൈലാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് വരാണെങ്കിൽ നോൺ മോട്ടൈലാണ്. വ്യക്തമായിട്ട് വരാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ മോട്ടൈലാണ്. അങ്ങനെ നോൺ മോട്ടൈൽ ആയിട്ടുള്ള എഗ് ആണെങ്കിൽ പിന്നെ ആരാണ് മോട്ടൈൽ ആകേണ്ടത്? നമ്മുടെ ആൻഡ്രോസോയിഡ് മോട്ടൈൽ ആകണം. ഇയാൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ എഗ്ഗും അതിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഫ്യൂഷൻ നടക്കുള്ളൂ. അപ്പൊ മോട്ടൈൽ ആരാ? ആൻഡ്രോസോയിഡ്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ബ്രയോഫൈറ്റില് നോക്കുക, ഇയാൾ എന്ന് വെച്ചാല് സോയിൽ ഗ്രോ ചെയ്യും. ഡാംപി ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ബ്രയോഫൈറ്റ് ഗ്രോ ചെയ്യും. ഡാംപ് ആൻഡ് മോയിസ്റ്റ് എന്ന് പറഞ്ഞാല് കുറച്ച് നനവുള്ള ഏരിയയില്, ഷെയ്ഡുള്ള ഏരിയയില്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ പായലും പൂപ്പലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ എവിടെയാ? നനവുള്ള ഏരിയ അല്ലെ? അപ്പൊ അതന്നെയാണ് ശരിക്കും ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രയോഫൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോസോയിഡ് എവിടെ എത്തണം? എഗ്ഗിന്റെ അടുത്ത് എത്തണം. അങ്ങനെ എഗ്ഗിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നത് ആരാന്നറിയോ? വാട്ടർ ആണ്. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് വാട്ടർ ആണ് ഇവിടുന്ന് ആൻഡ്രോസോയിഡിനെ എഗ്ഗിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ വാട്ടർ വേണം ഇയാൾക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. പ്ലാന്റിന് സോയിൽ ഗ്രോ ചെയ്യാൻ പറ്റും, പക്ഷെ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വാട്ടർ വേണം. അതുകൊണ്ട് ബ്രയോഫൈറ്റിനെ നമ്മൾ വിളിക്കും മക്കളെ എന്തെന്നറിയോ? ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം. എന്താ അറിയപ്പെടുന്നത്? ആംഫീബിയൻസ്. ഇതൊക്കെ എക്സ്ക്ലൂസീവ് പോയിന്റുകളാണ്. ആംഫീബിയൻസ് ഇതൊക്കെ എക്സ്ക്ലൂസീവ് പോയിന്റ്സ്, അതൊക്കെ എൻട്രൻസിന്റെ പോലും പോയിന്റ് ആണ്. റെപ്റ്റൈൽസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആരാണ്? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആരാന്ന് ചോദിച്ചാൽ പറയണം ആരാണ്? ബ്രയോഫൈറ്റ്. കാരണം ആംഫീബിയൻസിന്റെ പ്രത്യേകത എന്താ? റെപ്റ്റൈൽസിന്റെ പ്രത്യേകത ഫസ്റ്റ് ട്രൂ ആനിമൽ, അതുകൊണ്ടാണ് ഫസ്റ്റ് ട്രൂ പ്ലാന്റിൽ റെപ്റ്റൈൽസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അക്വാട്ടിക് കണ്ടീഷൻസിലും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ കണ്ടീഷൻസിലും ഗ്രോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് അല്ലെ? അതുകൊണ്ടാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി ബ്രയോഫൈറ്റ് എന്താണ്? ആംഫീബിയൻസ് ആണ്. യെസ്, ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാകും. ആദ്യം പറയുന്ന രണ്ടാളും സൈലം ഫ്ലോയും പ്രസന്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരിൽ പ്രസന്റ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആരാണ് റെപ്റ്റൈൽസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നും ആരാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം. കുറെ കൂടി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ. നിങ്ങൾക്ക് അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പഠിച്ച ഈ 5 ഗ്രൂപ്പിനെ ചില ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യും. ജസ്റ്റ് ഞാൻ ഒന്ന് ടാബുലൈസ് ചെയ്യും. ആ ടാബുലൈസ് ചെയ്യുന്ന പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഒരു വർഷം നിങ്ങൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും മനസ്സിലായാലും ഈ ഒരു ബേസ് കാര്യം മനസ്സിലായാലും മാത്രമേ ഈ ചാപ്റ്റർ ക്ലിയർ ആവുള്ളൂ. ഈ ചാപ്റ്റർ ക്ലിയർ ആണ് ഈ ബേസ് കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി. ബാക്കിയൊക്കെ 1-2 പോയിന്റ് അവിടെ ഇവിടെയൊക്കെയാണ്. അതൊക്കെ പഠിച്ചേക്കാം, ഈസിയാണ്. ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യും? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നോക്കാം പ്ലാന്റ് കിങ്ഡത്തിന്.
നോക്കുക, ഞാൻ ഇവിടെ പി കെ എന്ന് പറയുന്നത് എന്താ? പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. രണ്ടായി ഡിവൈഡ് ചെയ്തു. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദർ ഹാബിറ്റാറ്റ്. ഞാൻ ആദ്യം എടുക്കുന്നത് അക്വാട്ടിക് ഹാബിറ്റാറ്റും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റും. അക്വാട്ടിക് വെള്ളത്തിൽ കാണുന്ന ആൾക്കാർ, മറ്റൊന്നെന്താ? ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് മണ്ണിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഏരിയയിൽ കാണുന്ന ഹാബിറ്റാറ്റ്. രണ്ട് ഏരിയ ക്ലാസിഫൈ ചെയ്തു. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻസ്, ബേസ്ഡ് ഓൺ ഹാബിറ്റാറ്റ്. നമുക്ക് അക്വാട്ടിക്കിൽ വരുന്ന ആൾക്കാരാണ് ആരെ? ഞാൻ നേരത്തെ പറഞ്ഞ ആരെ? ആൽഗെ. ആൽഗെ എവിടെ വരുന്നത്? അക്വാട്ടിക്കിലാണ് വരുന്നത്. ഈ ആൽഗനെ നമ്മൾ വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്യും മക്കളെ. ഈസിയാണ്. ആൽഗനെ നമ്മൾ വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്യും. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ്. ഗ്രീൻ ആൽഗെ. ഫസ്റ്റ് ആരാണ്? ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗെ കളർ വെച്ച് പഠിച്ചാൽ മതി. ഗ്രീൻ ആൽഗയ്ക്ക് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയെ എന്ന് പറയും. ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ്. ഗ്രീൻ ആൽഗെ ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോറോഫൈസിയെ. രണ്ടാമത്തെ ആള് നോക്കിക്കോ, റെഡ് കളർ തന്നെ വീണ്ടും ഏതാ? റെഡ് ആൽഗെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് റെഡ് ആൽഗെ. റെഡ് ആൽഗെ നമ്മൾ വിളിക്കുന്ന പേരാ റോഡോഫൈസിയ. റോഡോഫൈസിയ എന്ന് പറയും. പേര് അങ്ങനെ പഠിച്ചു കേട്ടോ. റോഡോഫൈസിയ അല്ലെ? ഒരു സിമിലാരിറ്റി ഇല്ലേ? റെഡ് ആൽഗെ റോഡോഫൈസിയ, ഗ്രീൻ ആൽഗെ ക്ലോറോഫൈസിയ. മൂന്നാമത്തെ ആളാണ് ബ്രൗൺ ആൽഗെ. മൂന്നാമത്തേതാണ് ഏത്? ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗയ്ക്ക് നമ്മൾ വിളിക്കാൻ പോകുന്നത് ഫിയോഫൈസിയ. 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 സോ യു ഗോട്ട് ഇറ്റ്. Chlorophysia, green algae, Rhodophysia, red algae, Phaeophysia, that is brown algae. Chlorophysia, Rhodophysia, then Rhodophysia ഏതാണ്? Phaeophysia. Okay, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന അക്വാട്ടിക്കിൽ വരുന്ന ആൽഗെ. ഇനി ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ വരുന്ന ആൾക്കാരെ ഞാൻ രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ബേസ്ഡ് ഓൺ വാട്ട്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദി സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ്. അതായത് വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആണോ അല്ലേ എന്ന് ബേസ് ചെയ്തിട്ട്, വാസ്കുലർ ടിഷ്യൂസ് സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ആണോ അല്ലേ എന്ന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ആള് സൈലം ആൻഡ് ഫ്ലോയം ആബ്സെന്റ് ആയിട്ടുള്ള ആൾക്കാർ. സൈലം ആൻഡ് ഫ്ലോയം ഇല്ല. അതില്ലാത്ത ആൾക്കാരാണ് നമ്മൾ നേരത്തെ പഠിച്ച ആര്? നമുക്കറിയാം ആരാണില്ലാത്ത? ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റ്സിൽ സൈലം ആൻഡ് ഫ്ലോയം ഇല്ല അല്ലെ? ബ്രയോഫൈറ്റ്സിൽ ഇല്ല. ഈ ബ്രയോഫൈറ്റിൽ നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായിട്ട് രണ്ടാളെ കുറിച്ചിട്ട്. അത് ഒന്ന് ഓർത്തിരുന്നോ? ആരെ കുറിച്ചിട്ടാണ്? ഒന്ന് മൊസസിനെയും, മൊസസ്, മറ്റൊന്ന് ലിവോവേർഡ്സ്. മോസസ് ആൻഡ് ലിവോവേർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബ്രയോഫൈറ്റിൽ പഠിക്കേണ്ടത്. രണ്ടാമത്തത് സൈലം ആൻഡ് ഫ്ലോയം ആബ്സെന്റ് ആയിട്ടുള്ള കേസ്. അത് അങ്ങനെയാണ്. രണ്ടാമത്താണ് സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ആയിട്ടുള്ള കേസ്. സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ആയിട്ടുള്ള കേസ്. ഇതിനെ നമുക്ക് വീണ്ടും നോക്കിയാൽ ഇതിൽ നമുക്ക് അഗെയിൻ ഈ സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ആയിട്ടുള്ള നമുക്ക് വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പോകും. സ്പേസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നൗ സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റിനെ ബേസ് ചെയ്ത് അതിന് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എടുക്കുന്ന നോക്കുക. ഇതിൽ നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ചില ആൾക്കാരെ നോക്കുക ബൈ സ്പോർ ഫോർമേഷൻ ആണ്. സ്പോർ ഫോർമേഷൻ വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, സ്പോർ ഫോർമേഷൻ വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ആ ആൾക്കാരെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആരാണ് സ്പോർ ഫോർമേഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ടെറിഡോഫൈറ്റ ഗ്രൂപ്പ് ആണ്. ടെറിഡോഫൈറ്റ ഗ്രൂപ്പ് ആരാണ്? നമ്മളെ നാലാമത്തെ ആള് ആരാ? ടെറിഡോഫൈറ്റ. അപ്പൊ സ്പോർ ഫോർമേഷൻസ് വഴി റീപ്രൊഡക്ഷൻ നടക്കുന്ന ആൾക്കാരാണ് ടെറിഡോഫൈറ്റ. അപ്പൊ ടെറിഡോഫൈറ്റിൽ എന്തൊക്കെ ക്യാരക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ടെറിഡോഫൈറ്റയില് റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർ ഫോർമേഷൻ വഴിയാണ്. സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ആണ്. ഓൾസോ അതെന്താണ്? ടെറസ്ട്രിയൽ കാണുന്ന ആളാണ്. ക്യാരക്ടർ എങ്ങനെയാ കിട്ടുന്നത്? ഇനി നോക്കി, രണ്ടാമത്തെ എന്ന് പറയുന്നത് ബൈ സീഡ് ഫോർമേഷൻ. റീപ്രൊഡക്ഷൻ നടക്കുന്നത് സീഡ് ഫോർമേഷൻ വഴിയാണെങ്കിൽ നോക്കി നമ്മൾ അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യും. സീഡ് ഫോർമേഷൻ വഴിയാണെങ്കിൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ആളാണ് ജിംനോസ്പേം എന്ന് പറയും. ജിംനോസ്പേം. രണ്ടാമത്തെ ആളാണ് ആൻജിയോസ്പേം. ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് അല്ലെ? അഞ്ചാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ജിംനോസ്പേമും നാലാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ജിംനോസ്പേമും അഞ്ചാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ആൻജിയോസ്പേമും അല്ലെ? യെസ്. അപ്പൊ സീഡ് ഫോർമേഷനിൽ രണ്ട് പേരുണ്ട്. എന്തുകൊണ്ട് രണ്ടുപേരും ഒരേ ഗ്രൂപ്പിൽ വന്നില്ല? എന്തുകൊണ്ട് രണ്ട് ഗ്രൂപ്പിന് പേര് കൊടുത്തു? കാരണമുണ്ട്. സീഡ് ഫോർമേഷൻ. പക്ഷെ ജിംനോസ്പേമിൽ കാണുന്ന സീഡ് എന്ന് പറയുന്നത് നേക്കഡ് സീഡാണ്.
ഏതാണ്? നേക്കഡ് സീഡ്. എന്താ നേക്കഡ് സീഡ് എന്ന് പറഞ്ഞാല്? നേക്കഡ് സീഡ് എന്ന് പറഞ്ഞാല് സീഡിന് ചുറ്റുമായിട്ട് എന്തുണ്ടായിരിക്കില്ല? ഫ്രൂട്ട് ഉണ്ടായിരിക്കില്ല. സാധാരണ നമ്മൾ കാണുന്നത് എങ്ങനെ? ഫ്രൂട്ടിന്റെ ഉള്ളിൽ സീഡ്. പക്ഷെ ഇവിടെ എന്താ? നേക്കഡ് സീഡാണ് ജിംനോസ്പെർമ്സിൽ. ഇനി ആൻജിയോസ്പെർമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ട്രൂ സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് കവേർഡ് ബൈ, ആരെ കവറിംഗ് ഉണ്ട്? കവേർഡ് ബൈ ഫ്രൂട്ട്. ആരുടെ കവറിംഗ് ഉണ്ട്? ഫ്രൂട്ടിന്റെ കവറിംഗ് ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ? ഇനി നിങ്ങൾ പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഗ്രീൻ ആൽഗയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഗ്രീൻ ആൽഗ എന്ന് പറയുന്നത് ആൽഗെ കാറ്റഗറി വരുന്ന ആളാണ്. ആൽഗെ കാറ്റഗറി അക്വാട്ടിക് ആണ് അല്ലെ? ബ്രയോഫൈറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മൊസസും ലിവർവേർഡ്സും ബ്രയോഫൈറ്റിൽ വരുന്ന ആൾക്കാരാണ്. അവരിൽ സൈലം ആൻഡ് ഫ്ലോയം ആബ്സെന്റ് ആണ്. അവർ ഏത് ഗ്രൂപ്പിലാണ്? ടെറസ്ട്രിയല്ല. അവരേത് അറ്റ്മോസ്ഫിയറിലേക്ക് വന്ന ടെറസ്ട്രിയലാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ജിംനോസ്പേംസിനെ കുറിച്ചിട്ട്. ഞാൻ പറയും ജിംനോസ്പേം എന്ന് പറയുന്ന ആള് സീഡ് ഫോർമേഷൻസിന്റെ പക്ഷെ നേക്കഡ് സീഡ് ആണ്. പക്ഷെ അതിൽ ആരുണ്ട്? സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ആണ്. അത് കാണുന്നത് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലാണ്. അതുപോലെ സ്പെർമാറ്റോഫൈറ്റ് നമ്മുടെ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഈ സീഡ് ഫോർമേഷൻ നമ്മൾ വിളിക്കുന്ന പേരൊന്ന് നോക്കണം കേട്ടോ. സീഡ് ഫോർമേഷൻ ആയിട്ടുള്ള കാറ്റഗറിയിലെ അവരെ നമ്മൾ വിളിക്കുന്ന കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് സ്പെർമാറ്റോഫൈറ്റ്. സീഡ് ഫോർമേഷൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ, അതായത് ജിംനോസ്പെർമും ആൻജിയോസ്പെർമ്സും ബേസിക്കലി എന്താണ്? സ്പെർമാറ്റോഫൈറ്റ് ആണ്. കുറച്ച് പുതിയ ടേമുകൾ നിങ്ങൾക്ക് കിട്ടി അല്ലെ? നിങ്ങൾ പ്ലാൻ കിങ്ഡം പഠിക്കുമ്പോൾ ഒരു സംഭവം അതാണ്. പ്ലാൻ കിങ്ഡം നിങ്ങൾ പഠിക്കേണ്ടത് ഒറ്റയടിക്ക് ഒരു ദിവസം വായിച്ചു പോയി, കുറെ നേരം പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിന് വരുമ്പോൾ ആ ചാപ്റ്റർ എടുത്ത് വീണ്ടും പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പുതിയതായിട്ട് തോന്നും. എല്ലാ ടെർമിനോളജിയും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഈ ചാപ്റ്റർ നമുക്ക് ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ആൽഗ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഈ ഗ്രീൻ ആൽഗിനെ ക്ലോറോഫൈസ് എന്നും റെഡ് ആൽഗിനെ റോഡോഫൈസ് എന്നും ബ്രൗൺ ആൽഗിനെ ഫിയോഫൈസ് എന്നും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാം. സിമിലർ ആയിട്ട് ടെറസ്ട്രിയലിന്റെ കേസിൽ സൈലം ആൻഡ് ഫ്ലോയം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ബ്രയോഫൈറ്റ് ആദ്യമായിട്ട് കേൾക്കാം. അതേപോലെ ഈ ടെറിഡോഫൈറ്റ് ആദ്യമായിട്ട് കേൾക്കാം. ഈ സ്പെർമാറ്റോഫൈറ്റ് ആദ്യമായിട്ട് കേൾക്കാം. എന്റെ സ്പെർമാറ്റോഫൈറ്റ് സീഡ് ഫോർമേഷൻ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ ആൻജിയോസ്പേംസ് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ജിംനോസ്പേംസ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാം. അപ്പൊ ഒരുപാട് നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ടേംസുകളുണ്ട്. ആ ടേംസിന് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്ത് വെക്കുക? മാക്സിമം തെറോ ചെയ്ത് വെക്കുക. മാക്സിമം എന്ത് ചെയ്ത സിമെന്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട് അല്ലെ? എന്താ? ഒട്ടിച്ചങ്ങ് വെക്കുക. സിമെന്റിങ്ങിനെ നമ്മൾ സിമെന്റിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ സിമെന്റ് കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെയാണ് ഇവിടെയും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടെർമിനോളജീസിനെ വായിച്ച് ടെർമിനോളജീസ് കണ്ട് ഫെമിലിയർ ആയിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, നമ്മുടെ നെറ്റ് അവൈലബിലിറ്റീസ് ഒക്കെ കൂടിയത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഈ വെറും ടിക്ടോക്കുകളിൽ മാത്രമായിട്ട് നമ്മൾ മാറരുത്. വെറും ടിക്ടോക്കിലായിട്ട് മാത്രം മാറരുത്. ഇന്ന് ലോകത്തിൽ ഈ ടിക്ടോക്ക് പോലെയുള്ള ഏത് ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഏതൊരു നല്ല ബിസിനസ് നടത്തുന്ന ഏറ്റവും സക്സസീവ് ആയിട്ടുള്ള ഏതൊരു പേഴ്സണെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവർ എന്താണ് ലൈഫിൽ വർക്ക് ചെയ്യുന്നത്, നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളും വളരെ വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. അവര് ഇപ്പൊ ഷാറുഖ് ഖാനെ കുറിച്ച്, ഷാറുഖ് ഖാൻ എന്ന് പറയുമ്പോൾ ഒരു ഫിലിമി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ? ഫിലിമിൽ ഭയങ്കരമായിട്ട് സ്റ്റാർ ആയിട്ടുള്ള ദ കിങ് ഖാൻ എന്ന് പറയുന്ന ആളാണ് ഷാറുഖ് ഖാൻ എന്ന് പറയുന്നത് അല്ലെ? ബാദ്ഷാ ഓഫ് ബോളിവുഡ്. ഈ ഷാറുഖ് ഖാൻ നിങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 4:30 അല്ലെങ്കിൽ 4 മണി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസത്തെ 4 മണി AM അല്ലെങ്കിൽ 4:30 AM എന്ന് പറയുന്ന സമയത്ത് ഷാറുഖ് ഖാൻ എഴുന്നേൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഓരോ വ്യക്തിയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സച്ചിനൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ? പ്രാക്ടീസ് അയാളുടെ എൻഡ് വരെ പ്രാക്ടീസിങ്, ഡെയിലി പ്രാക്ടീസിങ് 3 to 4 hours പ്രാക്ടീസ് ചെയ്ത ഒരു മനുഷ്യന്മാരാണ്. അപ്പൊ എല്ലാവരുടെയും സക്സസിന് പിന്നിൽ എന്താണ്? റിപ്പീറ്റേഷൻ. സച്ചിൻ എന്ന് പറയുന്നത് വേൾഡിലെ നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്. അയാൾ ബാറ്റ്സ്മാൻ എന്നും ആയിട്ടുണ്ട്. 15-ാം വയസ്സിൽ കളിക്കിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കളി എനിക്ക് കളി ഓൾറെഡി അറിയാം. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബല്ല എന്ന് പറയുന്നത് ബാറ്റിനാണ്. ബല്ല എന്ന് പറയുന്നത് ഈ ബാറ്റ് എടുത്ത് വെറുതെ അടിച്ചു വിട്ടാൽ മതി എന്നുള്ളത് അയാൾക്ക് എല്ലാ കട്ടും അറിയാം, എല്ലാ ഷോട്ടും അറിയാം. പക്ഷെ നിർത്തിയിട്ടില്ല. ഡെയിലി പുള്ളി കളിച്ച് അത്രത്തോളം കാലം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. എന്താ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്? ഓരോ ദിവസവും നിങ്ങൾ പണ്ടെടുത്ത അതേ ഷോട്ട് തന്നെയാണ്. പക്ഷെ എന്താ ആ ഷോട്ട് നമ്മൾ പറയും കീറി മുറിച്ചടിക്കാൻ പറയും. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിക്കുക എന്ന് പറയും. ആ പെർഫെക്റ്റ് ഷോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ പെർഫെക്ഷൻ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് തിരിക്കണം? യു വിൽ ബി വെൽ പ്രാക്ടീസ്ഡ്. അതല്ല ഇവിടെ പഠിച്ചെന്ന് പോകും. പഠിച്ചാൽ നിങ്ങളെല്ലാം പഠിച്ചു. പക്ഷെ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നുണ്ടെങ്കിൽ വെൽ പ്രാക്ടീസ്ഡ് ആയിരിക്കണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പഠിക്കണം. അതാണ് ഒരു സ്റ്റുഡന്റ് ഏറ്റവും വലിയ കാര്യം. എക്സാം വരുമ്പോൾ അതിന് 9 ദിവസം പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും ഉപകാരമാകാൻ പോകുന്നില്ല.
ഡെയിലി പഠിച്ചു പോവുക. ഡെയിലി ഒരു 3-4 hours ഇരുന്ന് ഒരു 5-6 hours ഇരുന്ന് പഠിച്ചെന്ന് പോയി കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അത് നിങ്ങളുടെ ഒരു എന്താ പറയാ, നമ്മളൊരു 21 ഫാക്ടർ, ഞാനൊരു കാര്യം പറയാം കേട്ടോ. 21 ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം, 21 ഫാക്ടർ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ എനിത്തിങ് ഇഫ് യു ആർ റിപ്പീറ്റിംഗ് ഫോർ 21 days ഇറ്റ് വിൽ ബി യുവർ ഹാബിറ്റ്. അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. 21 ദിവസം എന്ത് കാര്യങ്ങളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഇത് നമ്മുടെ എൻട്രൻസിലൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു തിയറിയാണ്. നമ്മൾ പിള്ളേർ വരുന്ന സമയത്തിന് ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഫുള്ള് ഉറക്ക പൊസിഷൻ കുടിക്കും, 3-ാമത്തെ ദിവസം കിടന്നുറങ്ങും, നടക്കില്ല, പഠിത്തം നടക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. എല്ലാ ദിവസവും നമ്മളൊരു നിശ്ചിത സമയം 5 to 6 hours ആണെങ്കിൽ അങ്ങനെ. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്, വേണ്ട നിങ്ങൾ 2 to 3 hours പഠിച്ചാൽ 2 hours ഇരുന്നാൽ മതി ഇപ്പൊ. പക്ഷെ കണ്ടിന്യൂസ് ആകുന്നതിനനുസരിച്ച് പോർഷൻസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പഠിക്കണം. അപ്പൊ അത്രയും സമയം ഇരുന്ന് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിരിക്കും. ഡെയിലി ഇരിക്കുന്ന 5 മുതൽ 6 മണിക്കൂർ നിങ്ങളുടെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ആ സമയത്ത് അത് മാത്രം നോക്കുക. ഫോൺ എടുത്ത് ഓൺ ചെയ്ത് നെറ്റ് ഓൺ ചെയ്ത് പിന്നെ ടേബിൾ മുന്നിൽ വെച്ചിട്ട് പഠിക്കാനിരിക്കരുത്. നെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അത് എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗിച്ചാൽ മതി. എപ്പോഴും അതിന്റെ പിന്നിൽ തന്നെ ആവരുത്. ഓക്കെ അല്ലേ? യെസ്. സോ ദിസ് ഈസ് എ ക്ലാസിഫിക്കേഷൻ.